ന്യൂസ് ഈവനിംഗിലേക്ക് തിരികെ. തിരുവനന്തപുരത്ത് അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവം പോലീസ് ഇപ്പോൾ അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിൽ ഒരു പരാതിയുമില്ല എന്ന് അഡ്വക്കേറ്റ് ശ്യാമലി പറയുന്നു. പക്ഷേ പ്രതിയായ അഭിഭാഷകൻ ഇപ്പോഴും ഒളിവിലാണ്. മുൻ MLA ഒപ്പം കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ES ബിജുമോൾ നമ്മോടൊപ്പം ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീമതി ES ബിജുമോൾ, ഈ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ള പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഈ സംഭവത്തെ കാണുന്നത്? ശ്രീമതി ES ബിജുമോൾ. ഒന്ന്, ഈ സംഭവത്തിൽ വളരെ കർശനമായിട്ടുള്ള ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കണം. ഒരു വിട്ടുവീഴ്ചയും പ്രതിയോട് ഉണ്ടാകരുത്. പ്രതി എന്നുള്ള നിലയിൽ തന്നെ ഈ അഭിഭാഷകനെ കൈകാര്യം ചെയ്യണം. ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഒരു തൊഴിലിടത്തിൽ വെച്ച് ഒരു അഭിഭാഷകയ്ക്ക് ഇത്തരം എന്താ പറയാ, ഒരു കൊടിയ പീഡനം ഉണ്ടായി എന്ന് പറയുന്നത്, ഒരു ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇവിടെ അനിത വിശദീകരിച്ച കാര്യങ്ങളൊക്കെ കേട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയത്, അവിടെ നമ്മൾ ഇന്നലെ മുതൽ വാർത്താ ചാനലുകൾ പ്രേഷണം ചെയ്യുന്നത് മുഴുവൻ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യുന്നതിനെ തടഞ്ഞു എന്ന് തന്നെയാണ് അമ്മയും ബന്ധുക്കളും ഒക്കെ പറഞ്ഞത്. അവരവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിനെ തടഞ്ഞു, പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചു. ഈ പെൺകുട്ടി ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ സഹപ്രവർത്തകര് നോക്കി നിന്നു, സഹായിച്ചില്ല. പ്രതിയെ രക്ഷപ്പെടാൻ വേണ്ടി അവര് സഹായിച്ചു. അങ്ങനെ അവർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സഹായിച്ച ആളുകളുടെ പേരിലും നടപടി ഉണ്ടാകണം. ഭർത്താവിനെയും സഹോദരനെയും ഒക്കെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് മറ്റു ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇന്നലെ വരുന്നുണ്ടായിരുന്നു. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ നടപടികൾ. ഇത് കേരളമല്ലേ? സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി സ്ത്രീകള് എത്രയോ മുൻപന്തിയിലേക്ക്, വക്കീലന്മാരായിട്ട് അഡ്വക്കേറ്റ്സ് ആക്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആ രംഗത്തേക്ക് സ്ത്രീകൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ ഭയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഞങ്ങൾക്കെതിരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്ന് പറയുന്ന ഒരുതരം ഭീഷണിയൊക്കെ ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സംഭവത്തെ ലഘുവായി കാണരുത്. സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞൊരു വിഷയമുണ്ട്. ഇതൊരു സംഭവമൊന്നുമല്ല, ഒട്ടനവധി സംഭവങ്ങൾ, നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സംഭവമായിരിക്കും പുറത്തു വരുന്നത്. ഇത് പറഞ്ഞല്ലോ, അമ്മയുടെ ചർച്ച രാവിലെ ഞാൻ 24 കേട്ടിരുന്നു. അവർ പറയുന്നുണ്ട് ഇതിനു മുമ്പും ഇയാൾ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട്. ഇത് ചെറുതായിരിക്കും, ഇത്രയും വലിയ പരിക്ക് പറ്റി എന്ന് ഞാൻ കരുതിയില്ല. അപ്പൊ ഇതിനു മുമ്പും ഈ കുട്ടിയുടെ നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് പലർക്കും ഇത്തരം മോശം പെരുമാറ്റം ഇയാളിൽ നിന്ന് അവിടെ ഉണ്ടായതായിട്ട് വേണം ഈ വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ. ഒരു സമഗ്ര അന്വേഷണം വേണം. വക്കീലായി ഇദ്ദേഹത്തിന് ഇനി തുടർന്ന് പോകാനുള്ള അനുമതി ഒരു കാരണവശാലും ഉണ്ടാകരുത്. കാരണം ഇത്തരം മോശം പെരുമാറ്റമുള്ള ആളുകൾ എന്തൊക്കെ നിലപാടുകളായിരിക്കും സ്വീകരിക്കുക? കക്ഷിയോട് മാത്രമല്ലല്ലോ, സ്വന്തം ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഇവരുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് ഇടപെടണം. കേരള പോലീസാണ് ഒരു വക്കീലിനെ ഒന്ന് കണ്ടെത്തി പിടിക്കണമെന്നോ അറസ്റ്റ് ചെയ്യണമെന്നോ എന്ന് വിചാരിച്ചാൽ അവർക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും മന്ത്രി അവിടെ എത്തി, ശ്യാമലിയെ കണ്ടു എന്നുള്ളതൊക്കെ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെന്റിന്റെ ഒരു പൂർണ്ണ പിന്തുണ ഈ ജൂനിയർ ആയിട്ടുള്ള മർദ്ദനമേറ്റ അഭിഭാഷകയ്ക്ക് ഉണ്ടായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഗവൺമെന്റിന്റെ കർശനമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. പോലീസ് ഇന്നലെ അവിടെ പോയി നിന്നിട്ട് ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ചതിന് ശേഷം പോലീസ് പറയുന്ന ന്യായങ്ങളോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പോലീസ് അവരുടെ എഫിഷ്യൻസി കാണിക്കണം. കേരള പോലീസാണ്, ഉള്ള പേര് കളയരുത്. അവരുടെ ഒരു പേരുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് കേരള പോലീസ് അവരുടെ ആ ഒരു എഫിഷ്യൻസി കാണിക്കണം. പ്രതിയെ മാതൃകാപരമായിട്ട് അറസ്റ്റ് ചെയ്യണം. മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് മാറി നിന്നിട്ട് അയ്യോ പ്രതിയെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി എന്ന രൂപത്തിൽ കൈ കഴുകി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകരുത്. ഇക്കാര്യത്തിലൊക്കെ ഗവൺമെന്റിന്റെ ഒരു കർശനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. സിനിമാ രംഗത്ത് എന്നതുപോലെ തന്നെ ധാരാളം സംഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വരുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ധാരാളം സംഭവങ്ങൾ ഈ ജൂനിയറായി എത്തുന്ന അഭിഭാഷകന്മാർക്ക് ഉണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ സമഗ്രമായിട്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ആളുകൾക്ക് തുറന്നു പറയാൻ ഒരു അവസരം ഉണ്ടാകണം. എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാൻ പലപ്പോഴും ഇപ്പൊക്കെ ആളുകൾക്ക് വക്കീലന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പറയാൻ പേടിയാണ്. ആ ഒരു ഭയം മാറ്റി അവർക്ക് പറയാനുള്ള അവസരം ഉണ്ടായാൽ ഈ രംഗത്തെ ചൂഷണം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയും.